ഹലോ എവരിവൺ, നമ്മൾ ഗൂഡല്ലൂരിലാണ്. ഇങ്ങോട്ട് വന്ന വീഡിയോ നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ മുതുമല വഴി ഒരു സ്ഥലത്തേക്ക് പോകണം. നമ്മുടെ ബന്ദിപ്പൂർ ഫോറസ്റ്റൊക്കെ ഇല്ലേ, അപ്പം ഇനി അവിടുത്തെ കാഴ്ചകളാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ രണ്ടും വണ്ടിക്കാണ് പോകണം. നേരത്തെ വീഡിയോ കണ്ടതാണ്. ഇതാണ് നമ്മുടെ സിദ്ധു ഗൂഡല്ലൂർക്ക് രാജ. സിദ്ധുവിന്റെ പുതിയ വണ്ടിയല്ലേ ഇത്? എത്ര മണി എടുത്തിട്ട് ഇപ്പൊ? 4 മാസം. എങ്ങനെയുണ്ട് വണ്ടി? ഹാരിയർ വണ്ടി നല്ല വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. പൊളി. ഓക്കെ, ലെറ്റ്സ് ഗോ. പ്ലാൻസ് ഒക്കെ പറ, എന്താണ് നമ്മുടെ പ്ലാനൊക്കെ? ഇപ്പോ സ്ട്രെയിറ്റ് ആയിട്ട് സൂചിമല എന്ന് പറയുന്നത് അതെവിടെയാണ്? ഇവിടുന്ന് ഒരു 10 മിനിറ്റ്. 10 മിനിറ്റ് നൈസാണോ ആ സ്പോട്ട്? ഒരു ടൗണിന്ന് ഒരു 15 മിനിറ്റ്. വണ്ടി ഓക്കെ. കുറച്ച് വെയിലായോണ്ട് കുറച്ച് മഞ്ഞും കോടയൊക്കെ കുറവായിരിക്കും. ഓക്കെ, നല്ല സ്ഥലമാണല്ലേ. അപ്പൊ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇതിപ്പോ റൂട്ടെല്ലാം അടിപൊളിയാണ്. നമ്മുടെ വല്ല കടുവനൊക്കെ കാണാൻ പറ്റൂലേ? ഇവിടെ കടുവൊന്നുമില്ല, പക്ഷെ അങ്ങനൊന്നും പുറത്തു വരില്ല. നമുക്ക് പിന്നെ അടുത്ത് ബന്ദിപ്പൂര് മുതുമലൊക്കെ കഴിഞ്ഞ് പോവല്ലേ, ഭാഗ്യം കാണാം. നമ്മള് പോകുമ്പോ ചിലപ്പോ ആരും ഉണ്ടാവില്ല, എല്ലാം ഉള്ളിലായിരിക്കും. ചിലപ്പോ സ്പോട്ടാണ്. ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നലെ എന്റെ അനിയൻ കണ്ടാണ്. ഫ്രണ്ട്സ്, അപ്പൊ നോക്കാം. പിന്നെ ബാക്കി ആന ബാക്കിയുള്ളതൊക്കെ കാണാം. ബാക്കിയുള്ള കാണാൻ പറ്റുന്നല്ലേ? ഓക്കെ ഓക്കെ. ജോസ് ആണല്ലേ? സുഖമാണല്ലേ? അപ്പൊ സിദ്ധുപ്പോ വണ്ടി എത്ര കിലോമീറ്റർ ആടാ? വണ്ടി 3700 കിലോമീറ്റർ. എങ്ങനെയുണ്ട് വണ്ടി ഇത്ര കിലോമീറ്റർ ഓടിച്ചിട്ട്? വണ്ടി നല്ല വണ്ടി, ഇഷ്ടപ്പെട്ടു. ഒന്നും പറയാനില്ല, ഫുള്ളി സാറ്റിസ്ഫൈഡ്. എന്തെങ്കിലും പോരായ്മകളുണ്ടോ പറയാൻ? ഇല്ല, ഈവൻ സർവീസ് അടക്കം എനിക്ക് ടോപ്പ്. പക്ഷെ നമ്മുടെ അവിടെ എനിക്കൊന്ന് ടാറ്റയുടെ സർവീസ് ഇത്തിരി ഇതാവുണ്ടല്ലേ? പക്ഷെ ഞാൻ ഇവിടെ അല്ല, ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് എടുത്തത് SRT. ഓക്കെ, വലിയ ഗ്രൂപ്പാണ്. വലിയ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വലിയ ഗ്രൂപ്പ്. അവരാണ് SRT. അവിടെ സർവീസ് അടിപൊളിയാണ്. സർവീസ് നല്ല നല്ല ഡിസിപ്ലിൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. കൊറോണ എങ്ങനെയാണോ നമ്മുടെ ഇവിടെ ടൂറിസ്റ്റ് ഒക്കെ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ഗൂഡല്ലൂര് അറിഞ്ഞ് മീൻസ് കുറച്ച് കുറവാ, ഇങ്ങോട്ടായിട്ട് തന്നെ കുറവാണല്ലേ എല്ലാരും? ഊട്ടി ഇപ്പൊ ഇവിടെ കുറവാ. എല്ലാവർക്കും ഊട്ടി ആ ക്ലൈമറ്റ് ആണ് ഇഷ്ടം. കുറച്ചും കൂടി തണുപ്പുള്ള സമയത്ത് തണുപ്പ്, വെയിലിന്റെ സമയത്ത് വെയില്, മഴയുള്ള സമയത്ത് മഴ. ഓക്കെ, ഒന്നും ഓവറല്ല, എല്ലാം മീഡിയം. അപ്പൊ നമുക്ക് ജീവിച്ചു പോകാനും കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാനും. ഓക്കെ, നീ ഇവിടെ കണ്ടില്ല കൊറേ ബോർഡ്, പ്ലാസ്റ്റിക് നോട്ടുള്ള ആൾക്കാര് ഫുൾ എന്നാലും പ്ലാസ്റ്റിക് അറിയൂലേ? ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫൈനാണല്ലേ? ഞങ്ങള് വരുമ്പോ ചോദിച്ചു വണ്ടിയിൽ എത്ര ബോട്ടിൽ ഉണ്ടെന്ന്, കുപ്പി ബോട്ടിൽ ഇവിടെ പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടോന്ന് ചോദിച്ചു. ഒരു കടയിൽ ഇവിടെ വെള്ള ബോട്ടിൽ കിട്ടൂല, വാട്ടർ ബോട്ടിൽ കിട്ടൂല. ഇവിടുത്തെ കളക്ടർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. പഴയ കളക്ടർ, ഇപ്പൊ കളക്ടർ മാറി, ഇപ്പോഴും സ്ട്രിക്റ്റ് ആണ്. ഇപ്പൊ ഉണ്ടല്ലോ, ഇപ്പൊ എല്ലാം ക്ലീൻ അല്ലേ, ഒരു വേസ്റ്റ് ഇല്ലല്ലോ. 4-5 വർഷം മുമ്പ് വരുമ്പോ ഇവിടൊക്കെ ഫുഡിന്റെ വേസ്റ്റും ആ വേസ്റ്റ് ഈ വേസ്റ്റ് ഇവിടൊക്കെ ഡെയിലി രാവിലെ വണ്ടി വന്ന് ക്ലീൻ ചെയ്യും. മാക്സിമം വേസ്റ്റ് ഉണ്ടാവില്ല, വേസ്റ്റ് ഉണ്ടെങ്കിലും ക്ലീൻ ചെയ്യും. അതെ, അതാണ് ഓൾവേസ് ബി എ റെസ്പോൺസിബിൾ ട്രാവലർ. പ്ലാസ്റ്റിക് ഫ്രീ ആണ്. പ്ലാസ്റ്റിക് ഐറ്റംസും കിട്ടൂല, അതായത് കവർ അതുപോലത്തെ സാധനം ഒന്നും കിട്ടൂല. ബോട്ടില്, വെള്ള ബോട്ടിലൊന്നും കിട്ടൂല. വണ്ടിയില് ബോട്ടിൽ ഉണ്ടെങ്കിലും പിടിക്കും. അപ്പൊ ഇവിടെ ഓൾറെഡി കേട്ടിട്ടുണ്ട് ഭയങ്കര സീനാണ്. അപ്പൊ നിങ്ങളും ട്രാവൽ ചെയ്യുമ്പോ ശ്രദ്ധിക്കുക. ഇവിടെ നിന്നല്ല, എല്ലായിടത്തും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോ റെസ്പോൺസിബിൾ ട്രാവലർ ആവുക. ഇവിടുത്തെ ലൈഫൊക്കെ എങ്ങനെയുണ്ട്? ഗൂഡല്ലൂരിൽ ലൈഫൊക്കെ എങ്ങനെയുണ്ട്? പീസ്ഫുൾ ആണ്. ഒരു കാര്യം പറ, നീലഗിരിയിലെ ഏറ്റവും ടോപ്പ് ഊട്ടി, അത് കഴിഞ്ഞാൽ ഗൂഡല്ലൂരല്ലേ? ഊട്ടി കഴിഞ്ഞാൽ ഗൂഡല്ലൂർ. അവിടെ തണുപ്പല്ലടാ, നമുക്ക് ഒരു ടൂർ പോലെ വന്ന് ആ തണുപ്പൊക്കെ വന്ന് ഇതാക്കി പോവാന്നല്ലാതെ കൂടുതലൊന്നും ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ഗൂഡല്ലൂർ അങ്ങനെയല്ല. ഗൂഡല്ലൂരിലാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ കേരള, കർണാടക, തമിഴ്നാട് എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് പിന്നെ ഈ മൂന്ന് ലാംഗ്വേജ് ആൾക്കാർ ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും 3 ലാംഗ്വേജ് മാക്സിമം എല്ലാവർക്കും അറിയാം. തമിഴ് അറിയാം, മലയാളം. ബടുക ഊട്ടി. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പ്രശ്നമുണ്ട് ഇവിടെ, എല്ലാരും ബടുവയാണല്ലോ ഇവിടുത്തെ ലാംഗ്വേജ്. ബടുക അതാ ഇവിടുത്തെ ലാംഗ്വേജ്. അതൊക്കെ ഊട്ടി.
പേര്? നീഡൽ റോക്ക്, സൂചിമലൈ. ഇവിടെ എന്താണ് കാണുന്നത്? റോക്ക് വ്യൂ പോയിന്റ്. അതെ അതെ, ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇവിടെ വരേണ്ട സമയം രാവിലെ ആയതുകൊണ്ടല്ലേ, സൺറൈസ് രാവിലെ ഈവനിങ്. അപ്പൊ നിങ്ങൾ ആ സമയത്ത് വന്നാൽ നിങ്ങൾക്ക് സൺറൈസ് ഒക്കെ കാണാൻ പറ്റും. അതാണ് നീഡൽ റോക്ക് വ്യൂ പോയിന്റ്. അപ്പൊ ഈ ഒരു സീൻ കിട്ടുന്ന പറയണം, രാവിലെ വന്നാൽ ഇങ്ങനത്തെ സീനൊക്കെ കിട്ടും. ഇപ്പൊ ക്ലൗഡൊന്നും ഉണ്ടാവൂല. അത് രസമുണ്ടല്ലേ പൈൻ മരം കാണാൻ. നമ്മുടെ ഇവിടെ വട്ടവട പോണ സമയത്തൊക്കെ ഈ സെയിം വൈബ് കിട്ടും. ഒരു ടിക്കറ്റ് ഉണ്ട് കേട്ടോ. എത്ര സിദ്ധി ഇവിടെ ടിക്കറ്റ്? 20 രൂപ. എന്താടാ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ? ഉണ്ണി നീ ഇവിടെയാണ് നാളെ മോർണിംഗ് വരാന്ന് പറഞ്ഞു. അതാണ് നമ്മളിപ്പോ പോകാൻ പോകുന്നത് നീഡിൽ വ്യൂ പോയിന്റിലോട്ടാണ്. ഇത് ഗൂഡല്ലൂർ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. ഇപ്പൊ ഗൂഡല്ലൂര് ഊട്ടി വിസിറ്റ് ചെയ്യുന്നവരെല്ലാവരും ഇവിടെ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. മസ്റ്റ് വിസിറ്റ് ടൈം പറ, എങ്ങനെ ആക്യുറേറ്റ് ടൈം ഞാൻ നേരത്തെ പറഞ്ഞ കാലത്താണ്. ശരിക്കും മോർണിംഗ് വരുന്നതാണ് ബെസ്റ്റ്. അതെ, ഞങ്ങൾക്ക് ആക്ച്വലി ടുമാറോ വേറെ കുറച്ച് പ്ലാൻസ് ഉള്ള കാരണം ഞങ്ങൾ അതെ ശരിക്കും കാലത്താണ് വരേണ്ടത്. നിങ്ങൾ സൺറൈസ് കാണാൻ അല്ലെങ്കിൽ ഒരു സൺസെറ്റ് ഒക്കെ കാണാനായിട്ട് വരേണ്ട സ്പോട്ടാണ്. നമ്മൾ തിരിച്ച് നമ്മൾ ഈ റൂട്ട് നമുക്ക് വരാൻ പറ്റാത്തതാണ് നമ്മൾ ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഇതാണ്. ഇത് അങ്ങോട്ടാണ് ഒരു ചെറിയൊരു ട്രക്കൊക്കെ ചെയ്തിട്ട് പോവാം. അങ്ങോട്ടാണ് നമ്മൾ കയറി പോകേണ്ടത്. നമ്മൾ അങ്ങോട്ട് ഇപ്പൊ പോകണമെന്നറിയില്ല. ഇനി വെച്ച് ഓക്കെ നിങ്ങ വന്നല്ലേ? ഓ ഫൈനലി നമ്മള് ചെറിയൊരു വ്യൂ പോയിന്റ് എത്തിയണ്ടല്ലേ രഞ്ജിത്തെ? വെയിലത്ത് വന്നാലും സീനിലാണ്. അതെ അതെ അതെ. സിതോപ്പ് ഇത് ഏതാണ് സ്ഥലം? അതൊക്കെ ഏതാണ്? ഇതൊക്കെയാണ് ഗൂഡല്ലൂർ. അതൊക്കെ ഗൂഡല്ലൂരാ? ആ കാണാ ഗൂഡല്ലൂരാണല്ലേ? ഓ ഊട്ടിയപ്പോ അങ്ങോട്ടാണോ? ഊട്ടി ഏതാ അവിടെ? ആ ഓക്കെ ഓക്കെ. ഇറങ്ങി. അപ്പൊ ഇനി നമ്മള് ഫോറസ്റ്റ് റൈഡ് അല്ലേ? ഇനി ബന്ദിപ്പൂർ മുതുമലൈ. അതെ, കാടുവേനെ കാണാൻ പറ്റുന്നതാണ്. മുത്തുരാജ് ഗഡോ അല്ലേ? അങ്ങനെ നമ്മള് മുതുമല നമ്മുടെ ബന്ദിപ്പൂർ ആ റൂട്ടിലേക്ക് നമ്മൾ കയറാൻ പോണാണ്. യെസ്, ഇവിടെ എഴുതി വെച്ചു ബന്ദിപ്പൂർ വെൽക്കംസ് യു ടൈഗർ റിസർവ്. ഇവിടെ ഇപ്പൊ എത്ര ടൈഗർ ഉണ്ടെന്ന് മൊത്തത്തില് സിദ്ധുഭായി? ഒരു 120-130 ടൈഗർ. ഇല്ലല്ലടാ, അത് ഒഫീഷ്യൽ അവർ ചോദിച്ചോ പറയാൻ പറ്റും. മുത്തുമല ഡാൻസ് ഇവിടെ എപ്പോഴും ടൈഗർ ഒക്കെ സ്പോട്ട് ചെയ്യണ സ്ഥലമാണ്. കടുവയൊക്കെ നമ്മള് കാട്ടിലേക്ക് കയറിയേക്കാണ്. എന്നെ കാണാൻ പറ്റുമോ സിദ്ധു? കാണാൻ പറ്റൂലേ? നമ്മള് നമ്മുടെ റൂം കാണില്ലേ? നമ്മുടെ കാണിലാണ് നമ്മുടെ റൂം. സ്പോട്ട് ചെയ്തിട്ടുണ്ട് അവിടെ. ഇവിടെ മാനുണ്ടെങ്കിൽ പുലി ഉണ്ടാവുന്നതാണ് പറയണത് അല്ലേ? ഇവിടെ അല്ല സിദ്ധു? പറയപ്പെടുന്നത് ഈ ഭാഗത്തെ പുലി ഉണ്ടാവണം അല്ലേ? അല്ല സിദ്ധു? പറയാൻ പറ്റില്ല. നമ്മളൊരു സിംഹാലിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കുഞ്ഞ് ഇവിടെ കുറെ ഉണ്ടല്ലോ. കൊള്ളാം. കൊള്ളാല്
പൊള്ളി പൊള്ളി. ഇത് വളർത്തുന്ന തന്നെയാണ്. അല്ലല്ല, കുറച്ച് ചങ്ങലക്കിട്ടുണ്ട്. ആ അയ്യോ ഗൈസ്, അത് ഇവിടത്തെ വളർത്താണ്. കുമിക്കണ പറ്റത്തിക്കണോ രണ്ടും. അത് ഇവിടത്തെ ആനയാണ്. അതിന് കുറച്ച് വട്ടളിക്കുണ്ട്. വട്ടളിക്കാം, മതളിക്കാണോ ഉദ്ദേശിച്ചത്? വീണ്ടും മാൻ ക്രോസ് ചെയ്യണം. ഫാമിലി ആയിട്ടാന്ന് തോന്നുന്നു അല്ലേ? ഗർഭിണിയാണോ? ഗർഭിണിയാണ്. അങ്ങനെ നമ്മൾ ചെറിയൊരു കാർ ചേഞ്ച് എടുത്തേക്കണേ. ജോസ്, എങ്ങനെയായിരുന്നു ഡ്രൈവ്, ഫോറസ്റ്റ് ഡ്രൈവ്? അടിപൊളി അടിപൊളി എൻജോയ് ചെയ്തോണ്ടിരിക്കണേ. അതെ, എൻഡ് ഓഫ് ദ റൈഡ് എവറി മൊമെന്റ് എൻജോയ് ചെയ്യണം, റൈഡ് പൊളിക്കണം, അതന്നെ നമ്മുടെ ആഗ്രഹം. എന്തായാലും അടിപൊളിയായിരുന്നു. ഇപ്പൊ ഏകദേശം നമ്മള് മസനഗുഡിയൊക്കെ കഴിഞ്ഞ ഏകദേശം നമ്മള് ഊട്ടിയോടെ അടുത്ത് ഊട്ടി എത്തല്ല, ഊട്ടിക്കട സൈഡ് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അവിടെ കാട്ടിന്റെ അവിടെ തന്നെയാണ് കാട്ടിലെന്താ റൂം എന്ന് പറഞ്ഞേക്കണം. കാടിന്റെ അടുത്തായിട്ട് തന്നെ, അത് ഫോറസ്റ്റിന്ന് നിയർ ബൈ ആയിട്ട് തന്നെയാണ് റൂം വരുന്നത്. എന്നാല് കുറച്ച് ടോപ്പിലോട്ട് കയറിയിട്ടാണ് പ്ലേസ് വരുന്നത്. അതെ, എന്തായാലും അടിപൊളിയായിരിക്കും. ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. എസ്പെഷ്യലി നല്ലൊരു ആംബിയൻസ് ആണ്, നല്ല വൈബാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെടും. ഫോട്ടോസ് ഞങ്ങളെ കണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും വ്ളോഗ്സിൽ, കിമിജിന്റെ വ്ളോഗ്സിൽ നിങ്ങൾക്ക്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മള് പിൻബെൻഡ് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മള് മസനഗുഡിന്ന് നമ്മള് ഊട്ടിക്ക് പോണ ഏരിയ ആണത്. അപ്പം ഊട്ടി എത്തുന്നതിന് മുമ്പായിട്ടാണ് നമ്മുടെ റൂം. അപ്പം ആ പിൻബെൻസ് ആണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നൈസ് ഡ്രൈവ് ആണ്. നിങ്ങളൊരു ഏകദേശം ഒരു ഇപ്പൊ ഈ സമയത്ത് തന്നെ വെയിലില്ലാതൊക്കെ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കുറച്ച് ചൂടുണ്ട്, കുറച്ച് മഴക്കാലത്ത് അടിപൊളിയായിരിക്കും.